എന്തായിരുന്നു ഇന്നലെ ബി.ജെ.പി. തൃശ്ശൂരിൽ കാണിച്ചു കൂട്ടിയത്? കഴിഞ്ഞ കുറേ മണിക്കൂറുകളിലായി പുറത്തേക്ക് വരുന്ന വാർത്തകളൊക്കെയും ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ്. മന്ത്രി വി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് ഇങ്ങനെയാണ്: ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്നു. സത്യത്തിൽ അത് തന്നെയല്ലേ നടക്കുന്നത്? ഈ വോട്ടർ പട്ടികയിലെ ക്രമക്കേട്, ഇരട്ട വോട്ട് ചേർക്കുക, സുരേഷ് ഗോപിക്ക്, സുഭാഷ് ഗോപിക്ക്, സുരേഷ് ഗോപിയുടെ ഡ്രൈവർക്ക്, സുരേഷ് ഗോപിയുടെ വിശ്വസ്തന്, അങ്ങനെ സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒട്ടനവധി പേർക്ക് നിരവധി ഇടങ്ങളിൽ ഇരട്ട വോട്ട് എന്ന് പറയുമ്പോൾ അത് വി മുരളീധരൻ പറഞ്ഞു വെച്ചതുപോലെ കേവലം 11 വോട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല. അത് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതി തന്നെയാണ്. മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു വെച്ചതുപോലെ തന്നെ സുരേഷ് ഗോപി മോഡൽ വോട്ട് ചേർക്കൽ. എന്താണ് നമ്മുടെ സംസ്ഥാനത്ത് നടക്കുന്നത്? ബീഹാറിലെ വോട്ടർ പട്ടിക ക്രമക്കേടിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനിരിക്കുകയാണ്, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ കള്ളവോട്ട് വാങ്ങിയാണ് ജയിച്ചതെന്ന് തുറന്ന് സമ്മതിക്കാൻ പറ്റുമോ? അതെന്താ പറ്റാത്തത് എന്നുള്ള ചോദ്യമാണ് വലിയ രീതിയിൽ ഉയരുന്നത്. കാരണം കള്ളവോട്ട് ചേർക്കപ്പെട്ടു എന്നത് തെളിവ് സഹിതമാണ് ദിനം പ്രതി മിനിറ്റുകൾക്കകം എന്നുള്ള രീതിയിൽ വാർത്തകൾ പുറത്തേക്ക് വരുന്നത്. ഇതുവരെ വന്നത് മാത്രമല്ല വാർത്തകൾ, ഇനിയുമുണ്ട് കള്ളവോട്ടിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരാൻ. ഇത് ജാള്യത ഉണ്ടാകുമല്ലോ, സ്വാഭാവികമായിട്ടും ഉണ്ടാകും. കാരണം വലിയ രീതിയിൽ പല ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ ഉയരുന്നു. എന്തുകൊണ്ട് കള്ളവോട്ട് ചേർത്തു? ഈ കള്ളവോട്ട് ചേർത്തതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കപ്പെട്ട MP മിണ്ടാത്തത്? കേന്ദ്രമന്ത്രിയായി ഇരിക്കെ പോലും ഒരക്ഷരം ഉരിയാടാത്തത് എന്താണ് എന്ന് ചോദിക്കുമ്പോൾ വലിയ രീതിയിലുള്ള നാണക്കേടും ജാള്യതയും അപമാനവും തോന്നുന്നതൊക്കെ സ്വാഭാവികം. അതിൻ്റെ പേരിൽ കാവിക്കൊടിയും എടുത്ത് CPM-ൻ്റെ ഓഫീസിലേക്ക് പ്രകടനവുമായി ചെന്നാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് ചിന്തിക്കേണ്ടേ BJP, ചിന്തിക്കേണ്ടേ RSS? അതല്ല ഇന്നലെ CPM-കാർ അവിടെ കാണിച്ചു തന്നത്. BJP-കാർ പ്രകടനം ആരംഭിച്ചു എന്ന് ഒരു വാർത്ത പുറത്തേക്ക് വന്നതേ ഉള്ളൂ. പാർട്ടി ഓഫീസിൽ എത്ര ആളുകളാണ് തടിച്ചു കൂട്ടിയത്? ഒരു പാർട്ടി ഓഫീസ് എന്ന് പറയുമ്പോൾ, പാർട്ടി ഓഫീസ് എന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ, പുറത്തുനിന്നൊരാൾ പറയുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക്, നമ്മുടെ എല്ലാവരുടെയും ഉള്ളിലേക്ക് വരുന്നത് ആ ഒരു ചെങ്കൊടിയല്ലേ? അരിവാൾ ചുറ്റിക നക്ഷത്രം പതിച്ച ഒരു ചെങ്കൊടിയല്ലേ നിങ്ങളുടെയൊക്കെ ഉള്ളിലേക്ക് വരുന്നത്? അതാണ് പാർട്ടി ഓഫീസ്. ആ പാർട്ടി ഓഫീസ് അവിടെ ഉണ്ടെങ്കിൽ അത് സംരക്ഷിക്കാനും ഓർത്ത പാർട്ടിക്കാർക്ക് അറിയാം BJP എന്ന് ഓർമ്മിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗുഡ് മോർണിംഗ് കേരളത്തിൻ്റെ ആദ്യ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇതേ വാർത്തയിലേക്ക് തന്നെയാണ് ശരത് ഓങ്കല്ലൂർ കൂടെ ചേരുന്നുണ്ട് തൃശ്ശൂരിൽ നിന്നും. ശരത്തെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. ഗുഡ് മോർണിംഗ്. എന്താണ് ശരത്തിൻ്റെ തൃശ്ശൂരിൽ എന്താണ് സംഭവിക്കുന്നത്? MP എന്താ മിണ്ടാത്തത് എന്നാണ് ചോദിക്കുന്നത് എല്ലാവരും. വലിയ രീതിയിലുള്ള വോട്ട് ക്രമക്കേട്, അത് തെളിവുകൾ സഹിതമാണ് പുറത്തേക്ക് വരുന്നത്. തൃശ്ശൂരിൻ്റെ MP, നിങ്ങളുടെ MP ഇന്ന് അവിടെ സ്ഥലത്തെത്തുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് അദ്ദേഹം കയറുമ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പ്രതികരിക്കാനുണ്ടോ എന്ന്. പക്ഷേ പ്രതികരിച്ചില്ല, ഒരക്ഷരം മിണ്ടിയില്ല, ഇപ്പോഴും മൗനം തുടരുകയാണ്. നിലപാട് എന്താണെന്ന് എന്ന് വ്യക്തമാക്കണ്ടേ, പ്രതികരിക്കേണ്ട ഈ കാര്യത്തോട്? തീർച്ചയായിട്ടും വിനിഷ, ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ ഏതാണ്ട് 1-1.5 മാസമായിട്ട് തൃശ്ശൂരിൻ്റെ MP, കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. കാരണം ഇതിനകത്ത് പ്രധാനപ്പെട്ട പല സംഭവങ്ങൾ സംഭവിച്ചു. ഒന്ന്, മലയാളികളായിട്ടുള്ള കന്യാസ്ത്രീകൾ ആക്രമിക്കപ്പെട്ടു, അവർക്കെതിരെ വ്യാജ കേസെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ വിഷയത്തിൽ ഒരു രീതിയിലും പ്രതികരിച്ചില്ല. അതിനുശേഷം മറ്റൊരു കാര്യം, ഈ തൃശ്ശൂർ, അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന തൃശ്ശൂർ ലോക്സഭാ മണ്ഡലവുമായി കേന്ദ്രീകരിച്ചുകൊണ്ട് നിരവധി ഇരട്ട വോട്ട് ആരോപണം വന്നു. അതിനകത്ത് അദ്ദേഹത്തിൻ്റെ ഡ്രൈവറുണ്ട്, അദ്ദേഹത്തിൻ്റെ അനിയനുണ്ട്, അനിയൻ്റെ ഭാര്യയുണ്ട്, അദ്ദേഹവുമായി അടുത്ത് നിൽക്കുന്ന പലരുമുണ്ട്. പക്ഷേ അതിനെക്കുറിച്ചെല്ലാം, അതിലൊന്നും ഇത്തരത്തിൽ ഒരു പ്രതികരണവും മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. ഈ ഒരു വല്ലാത്തൊരു മൗനം തന്നെയാണ് പ്രധാനമായിട്ടും എത്രത്തോളം പ്രതിസന്ധിയിലാണ് BJP-യും സുരേഷ് ഗോപിയും എന്ന് തെളിയിക്കുന്നത്. ഈ മൗനത്തിനെതിരെയാണ് ഇന്നലെ CPM-ൻ്റെ നേതൃത്വത്തിൽ വലിയൊരു പ്രതിഷേധം നടത്തിയിരുന്നത്. ആ പ്രതിഷേധത്തിന് ശേഷമാണ് ഇത്തരത്തിൽ BJP പ്രവർത്തകർ വിനിഷ ആദ്യം പറഞ്ഞ പോലെ കുറച്ച് കൊടിയും വേന്തിക്കൊണ്ട് CPM-ൻ്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് മാർച്ചുമായി എത്തിയത്. ആ മാർച്ചുമായി എത്തിയവർ പിന്നെ തിരിഞ്ഞുകൊടുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ടായി. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് സുരേഷ് ഗോപി എത്തുന്നുണ്ട്. ഇന്നും പ്രതികരിക്കാൻ സാധ്യത വളരെ കുറവാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പൊതു സ്വഭാവം വെച്ച് മാധ്യമങ്ങളോട്, അല്ലെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചില മാധ്യമങ്ങളോട് മാത്രം പ്രതികരിക്കുന്ന ഒരു ശൈലിയാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹം മാധ്യമങ്ങളോട് മുഖം കാണിക്കാറില്ല. അദ്ദേഹം മാറി നിൽക്കൂ എന്ന് പറഞ്ഞ് മാറ്റി പോകുന്നതാണ് പതിവ്. അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ അദ്ദേഹം ഏതെങ്കിലും തനിക്ക് താല്പര്യമുള്ള 1-2 മാധ്യമപ്രവർത്തകരെയോ മാധ്യമങ്ങളെയോ വിളിച്ചു പറയുന്ന ശൈലിയാണ് അദ്ദേഹം തൃശ്ശൂരിൽ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതുതന്നെയായിരിക്കും ഇന്നും ഉണ്ടാകാൻ സാഹചര്യം. കാരണം പൊതുവായിട്ട് മാധ്യമങ്ങളോട് പ്രതികരിക്കാനോ മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനോ അദ്ദേഹം തയ്യാറാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാക്കുന്നത് വിനിഷ.
ശരത്ത് കുറച്ചും കൂടെ കാര്യങ്ങൾ കൃത്യതയ്ക്ക് വേണ്ടിയിട്ടാണ്, വ്യക്തതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് സുരേഷ് ഗോപി അവിടെ വരുന്നുണ്ട്. പരുക്കേറ്റ BJP പ്രവർത്തകരെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുമെന്നാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിച്ചിരിക്കുന്നത്. ആർക്കാണ് പരിക്കേറ്റത്, എപ്പോഴാണ് പരിക്കേറ്റത് ശരത്ത്? വിനിഷ, ഇന്നലെ BJPയുടെ നേതൃത്വത്തിൽ, BJPയുടെ ജില്ലാ പ്രസിഡന്റായിട്ടുള്ള ജസ്റ്റിൻ ജേക്കബിന്റെ നേതൃത്വത്തിൽ ഒരു 30ഓളം വരുന്ന BJP പ്രവർത്തകർ പന്തം കൊളുത്തിക്കൊണ്ട് CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇന്നലെ രാത്രി 8 മണിക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. സാധാരണ പതിവില്ലാത്താണ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് ഒരു പ്രകടനമായിട്ടോ പ്രതിഷേധമായിട്ടോ എത്തുക എന്നുള്ളത്. ഇത്തരത്തിൽ എത്തിയപ്പോൾ തന്നെ, എത്തുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ വലിയ രീതിയിലുള്ള പോലീസ് ബന്ദോബസ്ത് അവിടെ ഒരുക്കിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ 100 മീറ്റർ മുൻപേ വെച്ചിട്ട് തന്നെ പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ചുകൊണ്ട് പോലീസ് വാഹനം കുറുകെ ഇട്ടതുകൊണ്ട് ഈ BJP പ്രവർത്തകരെ തടഞ്ഞു. എന്നാൽ കയ്യിൽ തീപ്പന്തവുമായിട്ടായിരുന്നു BJP പ്രവർത്തകരുടെ പ്രതിഷേധം. ഈ പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ ചെറിയ ചില ഉന്തും തള്ളുമുണ്ടായി, ഏറ്റുമുട്ടലുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷം തീർത്തും പ്രകോപനപരമായിട്ട്, അതിനപ്പുറത്തേക്കൊരു വാക്ക് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല, പ്രതിഷേധ പ്രകടനമൊക്കെ നമ്മൾ പലതും കാണാറുണ്ട്. തീർത്തും പ്രകോപനപരമായിട്ടുള്ള ഒരു പ്രസംഗം BJPയുടെ നേതാവ് കൂടിയായിട്ടുള്ള ഉല്ലാസ് ബാബുവിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതിഭീകരമാകുന്ന രീതിയിൽ പ്രവർത്തകരെല്ലാം ആവേശത്തിലാക്കുന്നു എന്ന രൂപേണ തീർത്തും പ്രകോപനപരമായിക്കൊണ്ട് പ്രസംഗം നടത്തുന്നു. അതിന് തൊട്ടു പുറകിൽ തന്നെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് 100 കണക്കിന് പ്രവർത്തകരാണ് അപ്പോഴേക്കും എത്തിയിരുന്നത്. CPMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് ഇത്തരത്തിൽ BJP മാർച്ച് നടത്തുന്നു എന്നറിഞ്ഞപ്പോൾ മുതൽ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് വിവിധ പ്രദേശങ്ങളിൽ നിന്നായിട്ട് ആളുകൾ ഒഴുകിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോഴേക്കും 100 കണക്കിന് പ്രവർത്തകർ അവിടെ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ സംരക്ഷണവുമായി ഒരുക്കിയിരുന്നു. ഇത്തരത്തിൽ പ്രകോപനപരമായ പ്രസംഗം തുടങ്ങിയോട് കൂടിയിട്ട് BJP പ്രവർത്തകരുടെ CPM പ്രവർത്തകർ മുദ്രാവാക്യം വിളികളുമായിട്ട് അവരുടെ പ്രതിഷേധം അറിയിച്ചു. ഈ മുദ്രാവാക്യം വിളികളുമായി പ്രതിഷേധം അറിയിച്ച ശേഷം അവരെല്ലാം കൂടി പ്രതിഷേധവുമായിട്ട് BJP പ്രവർത്തകർ നിൽക്കുന്ന ഈ പ്രദേശത്തേക്ക് വരുന്നൊരു സാഹചര്യമുണ്ടായി. ഈ വരുന്നൊരു സാഹചര്യത്തോട് കൂടിയിട്ട് പോലീസ് വളരെ പണിപ്പെട്ടാണ് അവരെ തിരിച്ചു മാറ്റുന്നത്. ഈ സമയത്താണ് ഉന്തും തള്ളലിലാണ് ഏതാണ്ട് 3 BJP പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അവരെയാണ് ഇന്ന് സുരേഷ് ഗോപി സന്ദർശിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളത്. വിനിഷ, ശരത്ത്, അതൊരു CPM ഓഫീസാണ് എന്ന് ഓർക്കണ്ടേ? നമ്മൾ പല സമരങ്ങളും കണ്ടിട്ടുണ്ട്, പല പ്രതിഷേധവും കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പാർട്ടി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധം നടത്തുക എന്ന് പറയുന്നത് വിവരമില്ലായ്മ എന്ന് പറയുകയും മറ്റു നിവർത്തിയില്ല. കാരണം അത്രയും ഗതികേടിലാണ് BJP അവിടെ. വലിയ രീതിയിലുള്ള കേവലം വി മുരളീധരൻ പറഞ്ഞു വെച്ചതുപോലെ വെറും 11 വോട്ടിൻ്റെ മാത്രം പ്രശ്നമല്ല ഇത്. ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുന്ന രീതിയാണ്. വരും തെരഞ്ഞെടുപ്പ്, ഇനി ലോക്കൽ ബോഡി ഇലക്ഷൻ വരാനിരിക്കുകയാണ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ഇലക്ഷൻ വരാനിരിക്കുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രയേറെ വോട്ട് അട്ടിമറി നടത്തിയ BJP എങ്കിൽ ഇനിയും അവർ ഇത്തരത്തിലുള്ള വോട്ട് കൂട്ടിച്ചേർക്കൽ കാഴ്ചകളൊക്കെ, പ്രകടനമൊക്കെ ഇനിയും അവരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട്. സുരേഷ് ഗോപിക്ക് തന്നെ തിരുവനന്തപുരത്ത് വോട്ടുണ്ട്. അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സുരേഷ് ഗോപിക്ക് വോട്ട് തിരുവനന്തപുരത്താണ്. വിനിഷ, ഇത് വളരെ വ്യക്തമാണ്. ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേട് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടന്നിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ പലരും ഇരട്ട വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ വി മുരളീധരൻ പറഞ്ഞ പോലെ ഇതൊരു കേവലം 11 വോട്ടിൻ്റെ മാത്രമുള്ള ഒരു കാര്യമല്ല. ഇപ്പോൾ വളരെ ഒരു ബൂത്തിനകത്ത് തന്നെ 50 വോട്ടുകളിലേറെ ചേർത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നു ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ 4Cയിലെ 9 വോട്ടുകൾ. ആ 9 പേർക്കും വോട്ടുള്ളത് ഹരിശ്രീ വിദ്യാമന്ദിർ എന്ന് പറയുന്നുള്ള പൂങ്കുന്നത്തെ ഒരു സ്കൂളിലാണ്. ആ സ്കൂൾ കേന്ദ്രീകരിച്ച് ബൂത്ത് നമ്പർ 30, ഈ സ്കൂൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് 53-ലേറെ കള്ളവോട്ടുകൾ അല്ലെങ്കിൽ ഇരട്ട വോട്ടുകൾ ഇത്തരത്തിലുണ്ട് എന്ന രീതിയിലുള്ള ചില സ്ഥിരീകരിക്കാത്ത വാർത്തകളുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം വരേണ്ടതുണ്ട്. എന്തായാലും 53 വോട്ടുകൾ ഇങ്ങനെ ഉണ്ട് എന്നാണ് പറയുന്നത്. അതിലെ പല വോട്ടുകളും ഇത്തരത്തിൽ BLOമാരെ ഒഴിവാക്കണമെന്ന് ആവശ്യപ്പെട്ടതായിരുന്നു. എന്നാൽ അത് ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് വളരെ കൃത്യമായിട്ട് ഭരണാധികാരിയുടെ ഭാഗത്തു നിന്നും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടൊരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്ന രീതിയിലുള്ള അതിലേക്ക് വിരൽ ചൂണ്ടുന്ന വാർത്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു 11 വോട്ടിൻ്റെ കാര്യമല്ല. ഏതാണ്ട് ഒരു ബൂത്തിൽ തന്നെ 53-ലേറെ വോട്ട് എന്ന് പറയുമ്പോൾ 1000-ലേറെ ബൂത്തുണ്ട്. അതിനകത്ത് എത്ര വോട്ടുകൾ അങ്ങനെ ചേർക്കപ്പെട്ടിട്ടുണ്ടാകാം എന്ന കാര്യത്തിനകത്ത് വലിയ കണക്കിലേക്ക് അല്ലെങ്കിൽ വലിയ സംഖ്യയിലേക്ക് അത് പോകും. ഇത് ശ്രദ്ധയിൽപ്പെട്ടതാണ് ഒരു ബൂത്തിലെ 53 വോട്ടുകൾ എന്ന് പറയുന്നത്. അതിൽ ശ്രദ്ധയിൽപ്പെടാത്ത വോട്ടുകൾ ഉണ്ടാവും എന്ന കാര്യം തീർച്ചയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു 11 വോട്ടിൻ്റെ കാര്യം മാത്രമായിട്ട് ഒതുക്കാൻ പറ്റുന്ന കാര്യമല്ല. ഇതൊരു സംവിധാനത്തെ, വളരെ സുതാര്യമായി നടന്നിരുന്ന ഒരു തെരഞ്ഞെടുപ്പ് സംവിധാനത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നടത്തിയ ആസൂത്രിത നീക്കത്തിൻ്റെ ഒരു മഞ്ഞുമലയുടെ അറ്റം മാത്രമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് വലിയ നമ്പറുകളിലേക്ക് ഈ ഇരട്ട വോട്ട് ഉണ്ടാകുമെന്ന കാര്യം
കാര്യത്തിനകത്ത് തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അന്വേഷണം വളരെ സജീവമായി നടക്കുന്നുണ്ട്. ഇതിനകത്ത് ഒരു രീതിയിലും ബി.ജെ.പിയുടെ അന്നത്തെ NDA സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്കോ ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം നമ്മൾ ഈ വാർത്തകൾ വരുന്ന ഘട്ടത്തിലെല്ലാം തന്നെ കാണുന്നു ഈ സുരേഷ് ഗോപിയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ BJPയുമായി ബന്ധമുള്ള അല്ലെങ്കിൽ RSSും സംഘപരിവാറുമായി ബന്ധമുള്ളവരെ മാത്രമാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ടുകൾക്കകത്ത് കുടുങ്ങുന്നത്. കാരണം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം പറഞ്ഞ 4C ഫ്ലാറ്റിനകത്ത് സുരേഷ് ഗോപിയുടെ ഡ്രൈവർ എങ്ങനെയാണ് സുരേഷ് ഗോപി അറിയാതെ അന്യായമായിട്ട് ഇവിടെ വോട്ട് ചേർക്കുക? അദ്ദേഹം തിരുവനന്തപുരത്തെ ശാസ്തമംഗലത്തിലുള്ള വോട്ടറാണ്. അദ്ദേഹം തൃശ്ശൂർ വന്ന് താമസിക്കുന്നെങ്കിൽ താമസ രേഖകൾ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ആ രേഖകൾ ഉപയോഗിച്ചാണ് വോട്ട് ചേർക്കേണ്ടത്. എന്നാൽ അദ്ദേഹം വോട്ട് ചേർത്തിട്ടുള്ളത് ഇവർ നൽകിയ വീട്ടിലെ അഡ്രസ്സിലെ വീട്ടമ്മ പോലും അറിയാതെ, അല്ലെങ്കിൽ വീട്ടമ്മയ്ക്ക് അറിയില്ല ഇവർ ആരാണെന്നുള്ളത്, എന്നിട്ടാണ് വോട്ട് ചെയ്തിട്ടുള്ളത്. അത് സുരേഷ് ഗോപിയുടെ ഡ്രൈവറാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കാരണം സുരേഷ് ഗോപിയുടെ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിട്ടുണ്ടാകില്ലേ അയാൾ ഏത് പ്രദേശക്കാരനാണെന്ന്. കാരണം സ്വാഭാവികമായിട്ടും ഒരു പ്രദേശത്ത് നമുക്ക് വോട്ട് ലഭിക്കണമെങ്കിൽ നമ്മൾ 6 മാസത്തോളം മിനിമം 6 മാസത്തോളമെങ്കിലും ആ സ്ഥലത്ത് സ്ഥിര താമസക്കാരനായിരിക്കണം. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ബൈലോ പ്രകാരം വോട്ടിന് അർഹതയുള്ളൂ. അപ്പോൾ 6 മാസം ആ പ്രദേശത്ത് താമസിക്കാത്ത സുരേഷ് ഗോപിയുടെ കുടുംബത്തെ തൽക്കാലം മാറ്റി നിർത്താം. പക്ഷേ സുരേഷ് ഗോപിയുടെ സത്യവാങ്മൂലത്തിൽ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, അദ്ദേഹം അവിടുത്തെ വോട്ടറാണ്, അദ്ദേഹത്തിന് വോട്ട് അവിടെയാണ്, 6 മാസക്കാലമായി അവിടെ താമസമുണ്ട് എന്ന് തന്നെയായിരിക്കുമല്ലോ അവിടുത്തെ വോട്ടറാണ് എന്നതിനർത്ഥം. അപ്പോൾ ആ രീതിയിൽ സത്യവാങ്മൂലത്തിൽ വരെ കളവ് നടത്തിയിട്ടുണ്ട് സുരേഷ് ഗോപി എന്നതുകൂടെ തെളിയിക്കപ്പെടുകയാണ് ഇവിടെ. വിനിഷ, തീർച്ചയായിട്ടും ഇത്തരത്തിൽ അതും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. കാരണം ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും ഉൾപ്പെടെ 11 വോട്ടുകൾ, അങ്ങനെ ഒരു 11 വോട്ടുകൾ ചേർത്തിട്ടുള്ളത് ഭാരത് ഹെറിറ്റേജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീട്ട് അഡ്രസ്സിലായിരുന്നു ചേർത്തിട്ടുള്ളത്. അതിനകത്ത് സുരേഷ് ഗോപിയുടെ വോട്ടുകളോ കുടുംബത്തിൻ്റെ വോട്ടുകളോ മാത്രമല്ല, സുരേഷ് ഗോപിയുടെയും കുടുംബത്തിൻ്റെയും സുരേഷ് ഗോപിയുടെ അനിയൻ സുഭാഷ് ഗോപിയുടെയും ഭാര്യ റാന്നിയുടെയും ഉൾപ്പെടെയുള്ള 11 വോട്ടുകളാണ് ചേർത്തിട്ടുള്ളത്. ഇത്തരത്തിൽ ബിജു പുളിക്കണ്ടത്തിൽ എന്ന് പറയുന്ന സുരേഷ് ഗോപിയുടെ ഒരു സന്തത സഹചാരിയുണ്ട്, പാലാ സ്വദേശിയാണ്. അദ്ദേഹത്തിൻ്റെ വോട്ടും ഇത്തരത്തിൽ ആ വിലാസത്തിൽ തന്നെ ചേർത്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP നേതാക്കൾ പറയുന്നത് 2019 തൊട്ട് സുരേഷ് ഗോപി ഇവിടെ സ്ഥിരതാമസമാണ്. എന്നാൽ തിരുവനന്തപുരത്തെ വോട്ടർ പട്ടികയിലും അദ്ദേഹത്തിൻ്റെ പേരുണ്ടല്ലോ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അവിടെയാണല്ലോ വോട്ട് എന്ന് വെച്ചാൽ അതിന് കൃത്യമായി മറുപടി തരുന്നില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ ഈ ഭാരത് ഹെറിറ്റേജ് എന്ന് പറയുന്ന വിലാസത്തിലുള്ള വീട് ബോംബെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഒരു സ്ഥാപനത്തിനെ കൈമാറിയിട്ടുണ്ട്. അവിടെ ഇപ്പോൾ താമസിക്കുന്ന ഈ 11 വോട്ടർമാരിൽ ഒരാൾ പോലും അവിടെ താമസിക്കുന്നില്ല. അതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്, തെരഞ്ഞെടുപ്പിന് മാത്രം വേണ്ടിയിട്ട് ഇത്തരത്തിൽ ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയെടുത്തൊരു മേൽവിലാസമാണ് എന്ന നിഗമനത്തിലേക്ക് നമ്മൾ എത്തേണ്ടി വരും. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു. എന്നാൽ BJP നേതൃത്വമോ സുരേഷ് ഗോപിയോ ഇതിനോട് കാര്യമായി പ്രതികരിക്കുന്നില്ല. ഇതിനകത്ത് എത്രത്തോളം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്തോറും ചോദ്യങ്ങൾ ചോദിക്കുന്തോറും ഇത് ചോദിക്കുന്നവരെ അപഹാസിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുന്ന നിലപാടാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ VS സുനിൽകുമാർ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. വലിയ കൃത്യമായിട്ടുള്ള ഇത് VS സുനിൽകുമാർ ആദ്യഘട്ടത്തിൽ തന്നെ ഉന്നയിച്ച പ്രശ്നങ്ങൾ തന്നെയായിരുന്നു. അന്നത്തെ LDF സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ അന്ന് BJPയുടെ നേതൃത്വം പറഞ്ഞത് സുനിൽകുമാറിന് മാനസിക വിഭ്രാന്തിയാണ് എന്ന രീതിയിലൊക്കെ ആയിരുന്നു പ്രതികരിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഓരോ ദിവസവും കൂടുതൽ തെളിവുകൾ പുറത്തു വരുന്നു. ഈ തെളിവുകൾ പുറത്തു വരുമ്പോൾ കൂടുതൽ പ്രതിരോധത്തിലാവുകയാണ് BJP നേതൃത്വവും അതുപോലെ തന്നെ സുരേഷ് ഗോപിയും. എന്നാൽ ഇവരൊന്നും ഇതിനോട് കാര്യമായി പ്രതികരിക്കാൻ തയ്യാറാകുന്നുമില്ല. എന്തായാലും സുരേഷ് ഗോപി ഇന്ന് എത്തുന്നുണ്ട്. സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായിട്ടുള്ള എന്തെങ്കിലും പ്രതികരണം ഉണ്ടാകുമോ എന്ന കാര്യത്തിനകത്ത് നമ്മൾ നോക്കിയിരിക്കുകയാണ് വിനിഷ. ശരി ശരത്ത്, ഏതായാലും സുരേഷ് ഗോപി ഇന്ന് 9:30 തൃശ്ശൂരിൽ എത്തുമെന്ന് തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഏതെങ്കിലും രീതിയിൽ അദ്ദേഹം പ്രതികരിക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയം തന്നെയാണ്. പക്ഷേ പ്രതികരിക്കേണ്ടത് അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയാണ് ആരോപണം വന്നിരിക്കുന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി എന്ന നിലയിൽ ജനങ്ങളോട് മറുപടി പറയേണ്ടത് സുരേഷ് ഗോപിയുടെ ഉത്തരവാദിത്തമാണ്.